എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് തക്കാളിയൊക്കെ നമുക്ക് കയ്യിൽ കൂടുതലുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വില കുറയുമ്പോൾ അതെങ്ങനെ സൂക്ഷിച്ച് വെക്കാം, എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി വെക്കാം, ഇതിനൊക്കെ ഒരു 10 മിനിറ്റ് മതിയാവും. ഇതൊക്കെ വഴണ്ടി വരാനുള്ളൊരു സമയം എടുക്കുകയുള്ളൂ റെഡിയായി കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോവാം. ആദ്യം തന്നെ എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉലുവ പൊട്ടിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇട്ടുള്ളൂ കേട്ടോ. എനിക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുറച്ച് ഒരു പിടിയോളം കുറേ 5-6 തുടം അങ്ങനെയല്ലേ പറയാം, അത്ര എടുത്തിട്ടുണ്ട്. അതിട്ട് വഴറ്റുക. വഴറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായി മൂക്കരുത്. നന്നായി മൂക്കുമ്പോൾ നമ്മുടെ പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസാണ്. അപ്പോൾ ഇതിങ്ങനെ വഴണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ ആ സ്പൂൺ ഇത് വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വിട്ട് കിട്ടുകയാണെങ്കിൽ അത് ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടക്കുറവാണെങ്കിൽ ഇഞ്ചി കൂടുതൽ ചേർത്തോളൂ. ഇനി 2 ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ. ഇതിട്ടെന്ന് വെച്ച് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. ഇതൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ഇതിടുമ്പോൾ അതെടുത്തൊന്ന് കഴിച്ചാൽ മതിയാവും. പിന്നെ മുളക് പൊടികൾ എല്ലാം ചേർത്തിട്ടുണ്ട്. പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി. അതൊക്കെ നന്നായി മൂത്ത് നല്ല മണം വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. ഈ തക്കാളിയിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് നന്നായി വഴറ്റണം, നന്നായി എണ്ണ തെളിയണം. അതിന് ഇച്ചിരി എണ്ണയോട് കൂടുതലൊക്കെ ഒഴിച്ചാൽ നല്ലത് തന്നെ കേട്ടോ. ഇത് അത്രയും ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം, ഞാൻ കാശ്മീരി ചില്ലി ചേർക്കുന്നത് പിന്നീടാണ്. അതിൻ്റെ ഒപ്പം ചേർത്താൽ കളർ ചിലപ്പോൾ അതിൻ്റെ ഒപ്പമായിപ്പോൾ, അതുകൊണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണും കൂടിയൊക്കെ വേണമെങ്കിൽ അതിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇത്ര ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ മൊത്തത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. ഭയങ്കര എരിവ് കൂടിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണത്. നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ചില ചായ പോലും ഇടാത്ത കുട്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഇത്ര എടുത്തെടുത്ത് പറയണേ. ഇത് കണ്ടോ, കായോ ഉലുവപ്പൊടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. നന്നായി വഴൻ്റെ എണ്ണയൊക്കെ തെളിയുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ, കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും. അപ്പം തന്നെ നമുക്ക് ഓർക്കും ഒത്തിരി ചൂട് ചോറ് കിട്ടി അതിൻ്റെ ഒപ്പം കഴിക്കാമെന്ന് തോന്നും. അത്ര കൊതി തോന്നുന്ന ഒരു വിഭവമാണിത്. ഒന്നും കറി വയ്ക്കാനില്ലാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എഴുന്നേൽക്കാൻ ഇച്ചിരി വൈകിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് തീർന്നു പോയി, അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ സമയമില്ല, ഇങ്ങനെയുള്ളപ്പോഴേക്ക് ഇതുണ്ട്. നിങ്ങൾ നോൺ വെജൊക്കെ വെക്കണവരാണെങ്കിൽ ഒരു എഗ്ഗ് ഫ്രൈയോ എന്താണെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിട്ടാൽ അവരത് ഒരു മെഴുക്കുവരട്ടി ആയാലും മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലുള്ള ഒത്തിരി വിഭവങ്ങൾ മല്ലിച്ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരും പുതിയ ആളായതുകൊണ്ട് കാണുന്നത് കുറവ് ആൾക്കാർ. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓള് കൂടി ചെയ്താൽ അതിൽ എല്ലാ വിഭവങ്ങളും കിട്ടും. ജ്യൂസുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഞാൻ കുറച്ച് കുറവാണ്, കൂടുതലും ഷോർട്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കണം കേട്ടോ എല്ലാവരും. പിന്നെ സപ്പോർട്ടും ചെയ്യണം. ഞാനിത് ഇത്രയും കൂടുതൽ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയതായിട്ട് വന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. പിന്നെ എല്ലാം ഹെൽത്തി ആയത് കഴിയുന്നത്ര ഞാൻ ഇടണേ. എന്നാലും ചില ഐറ്റത്തിലൊക്കെ നമുക്ക് എണ്ണയും പഞ്ചസാരയും മൈദയൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. സെലക്ട് ചെയ്ത് തന്നെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ഡോക്ടേഴ്സ് പറയുന്നത്, നമ്മുടെ ഡാനിഷ് സലീം ഡോക്ടർ, രാജേഷ് കുമാർ ഡോക്ടർ, ജോൺസൺ ഡോക്ടർ, അതുപോലെ ലീല അപ്പക്കുട്ടൻ ഡോക്ടർ, മറക്കാൻ പറ്റില്ല. നമ്മുടെ ലേഡീസിന് വേണ്ടി എന്തെല്ലാം ടിപ്പ് ഇത് പറയുന്നുണ്ടെന്നോ. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ ലേഡീസ് ഒരു പരിധി വരെ കഴിക്കണം എന്നാണ് പറയണത്. വെറുതെ കഴിക്കുക. സാലഡ് തക്കാളിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വില കുറയുമ്പോൾ നമ്മൾ മേടിച്ച് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് എടുക്കാമല്ലോ. പിന്നെ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇത് കിട്ടാനില്ലാതെ വരും. വേനൽക്കാലത്ത് ഇത് വേറെ രീതിയിൽ പപ്പടങ്ങൾ ഉണ്ടാക്കിയും ഉണക്കി സൂക്ഷിക്കണം. അതൊക്കെ കൊണ്ടുവരാം കേട്ടോ മല്ലിച്ചപ്പ്. അതോടൊപ്പം തന്നെ വേറെ തരം രീതിയിൽ സോസൊക്കെ ഒത്തിരി ഉണ്ട് വിഭവങ്ങൾ. എല്ലാം എനിക്കിതിൽ ഒരുമിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ അമ്മമാരൊക്കെ നമുക്ക് പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ, വല്ലപ്പോഴും ഒക്കെ ഈ തക്കാളി ചിലപ്പോൾ ഒന്ന് ഉടച്ച് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് തരും. ചിലപ്പോൾ അവർ വെജിറ്റബിൾ നുറുക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ണം തരും. അപ്പോൾ അതിലൊക്കെ അവരുടെ ഒരു സ്നേഹത്തിലും കൂടുതൽ നമുക്ക് വേണ്ട ഒരു ഗുണം കൂടി അതിൽ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല.
അപ്പം അതേപോലെ ഇന്ന് നമ്മുടെ മക്കൾക്കും നമ്മൾ അതേപോലെയൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ആവട്ടെ. എല്ലാ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കട്ടെ.